തൊട്ടാശ്ശേരി ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ഒരു കഥാസന്ദർഭമാണ്. നമുക്കറിയാം, രാമായണം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ നടന്ന ഒരു കുടുംബകഥ, ഒരു ചെറിയ കുടുംബകഥ. പക്ഷെ അത് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലേക്ക് നിൽക്കുന്നു. അങ്ങനെ അതിന് ഒരു സത്യവും അതിനൊരു ധർമ്മവും ഉള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ധർമ്മം എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രാപഞ്ചിക സത്യമാണ്. എവിടെയൊക്കെ അധർമ്മങ്ങൾ ഉണ്ടാകുന്നു അവിടെയൊക്കെ ധർമ്മത്തിൻ്റെ പരിപാലനത്തിനായി ഞാൻ അവതരിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അത് എത്രയോ യുഗങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് കർക്കിടക മാസം ആകുമ്പോൾ ആ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട്, അതല്ലെങ്കിൽ നമ്മളെ ധർമ്മം ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം പാരായണം ചെയ്യുന്നു. ഒരു ചെറിയ കഥയാണെങ്കിൽ പോലും അതിലെ തത്വങ്ങൾ വളരെ മനോഹരവും വളരെ ചിന്തനീയവുമാണ്. കാരണം നമുക്കറിയാം, ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു അച്ഛനെങ്ങനെ പെരുമാറണം, അമ്മ എങ്ങനെ പെരുമാറണം, സഹോദരങ്ങൾ എങ്ങനെ പെരുമാറണം, സഹോദരികൾ എങ്ങനെ പെരുമാറണം, ഇവരൊക്കെ എങ്ങനെ പെരുമാറരുത് എന്നും വളരെ ഭംഗിയായിട്ട് നിർവചിച്ച് തന്നിട്ടുണ്ട് രാമായണത്തിൽ കൂടെ. നമുക്കതിലേക്കൊന്ന് കണ്ണോടിക്കാം. ദശരഥ മഹാരാജാവ് ഒരു വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായില്ല. വീണ്ടും വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായില്ല. മൂന്നാമതും വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായില്ല. അങ്ങനെ വളരെ ഖിന്നനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യം വസിഷ്ഠ മഹർഷിയോട് പറയുന്നത്. വസിഷ്ഠ മഹർഷി വളരെ ആലോചിച്ച് പുത്രകാമേഷ്ടി യാഗത്തിന് ഒരു അനുവാദം കൊടുത്തു. അങ്ങനെ പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ ഫലമായിട്ട് മൂവർക്കും കുട്ടികളുണ്ടാവുകയും വളരെ സന്തോഷകരമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും അവരുടെ ഉപനയനാദി കാര്യങ്ങൾ, അവരുടെ വേദവിദ്യാഭ്യാസം, വിദ്യ ഇതെല്ലാം പഠിച്ച് ആ സന്ദർഭത്തിലാണ് വളരെ സന്തോഷകരമായിട്ട് ആ ദുഃഖത്തിൽ നിന്നെല്ലാം മാറി ആ സന്തോഷത്തിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി കടന്നു വരുന്നത്. തൻ്റെ ആഗമന ഉദ്ദേശം മഹാരാജാവിനെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് കേട്ട മാത്രമേ തൻ്റെ യാഗരക്ഷയ്ക്കായി കുട്ടികളെ കാട്ടിലേക്ക് അയക്കണം എന്നുള്ള തൻ്റെ ഉദ്ദേശം മഹാരാജാവിനോട് ഉണർത്തിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ തന്നെ മഹാരാജാവ് തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. പട്ടുമെത്തയിൽ ഒരു ദുഃഖവും അറിയാതെ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇതിന് നേരെ വിഭിന്നമായിട്ട് കാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടികളില്ലാതെ എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളോടുള്ള വാത്സല്യം എത്രമാത്രം അധികരിച്ചിരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ സ്ഥാനത്ത് നിന്ന് കാട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് മഹർഷി അങ്ങ് പറയുന്നതെന്നാണ്. ആ ചോദ്യത്തിൽ മഹർഷിക്ക് വളരെ പ്രയാസവും കോപവും. അദ്ദേഹം തിരിച്ചു പോകാനായിട്ട് പുറപ്പെട്ടപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, നിൽക്കൂ, മഹാരാജാവിനോട് ഞാൻ ഈ കാര്യം ഉണർത്തിക്കാം. അല്ലയോ മഹാരാജാവേ, അങ്ങ് ഈ വിശ്വാമിത്ര മഹർഷിയുടെ ആഗ്രഹത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. കാരണം ഇവർ നാളെ രാജ്യഭാരം ഏൽക്കാൻ പോകുന്ന കുട്ടികളാണ്. ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ വളരെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അവരത് പഠിച്ചിരിക്കണം. അവർ
ഒരു മഹാരാജാവിൻ്റെ കടമകൾ എന്തൊക്കെയാണെന്നും ജനങ്ങളുടെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണോ, ജനങ്ങളുടെ ദുഃഖങ്ങൾ എന്തൊക്കെയാണോ, അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും പഠിച്ചില്ല എങ്കിൽ ഒരു ശത്രുരാജ്യം നമ്മളെ ആക്രമിച്ച് നമ്മുടെ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക്, രാജ്യത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന തരത്തിലേക്ക്. അതുകൊണ്ട് അങ്ങ് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും പ്രകാരം അങ്ങനെ അനുവാദം കൊടുക്കുകയും കുട്ടികളെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്കായിട്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ സന്ദർഭം എത്രയാണെങ്കിലും അതിനകത്തെ തത്വങ്ങൾ അതിമനോഹരമാണ്. കാര്യം കുട്ടികളോടുള്ള അമിത വാത്സല്യം, കുട്ടികളോടുള്ള ഈ അമിത വാത്സല്യം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിന് കാരണമായി. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മാതാപിതാക്കളെ വിട്ടുപോകുന്ന ഒരു സന്ദർഭം ഈ ആധുനിക കാലത്തും ഇതുപോലെ തന്നെ നടക്കുന്നത്. കുട്ടികളെ പാലും പഴവും കൊടുത്ത് വളരെ ദുഃഖങ്ങളറിയാതെ വളർത്തി അവസാനം അവർ പഠിക്കാൻ പോകുമ്പോൾ, ദൂരദേശത്ത് പോകുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയും മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയും, കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വരിക, മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ചുള്ള ആദികൾ വരിക. അന്നേരം ആ കൺട്രോളബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ആ മഹാരാജാവായിട്ട് പോലും അത്രയും രാജ്യത്തിൻ്റെ ഉന്നതമായ പദവിയിൽ ഇരുന്ന് ജനങ്ങളെ സേവിക്കേണ്ട രാജാവിൻ്റെ ആ ദുഃഖസമയത്തും അദ്ദേഹം പിടിച്ചു നിന്ന് ആ കുട്ടികളെ കാട്ടിലേക്ക് അയക്കുകയാണ്. അന്നേരം ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്നുള്ള ഒരൊറ്റ പോയിൻ്റാണ് അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഇങ്ങനെ കുട്ടികളിലെ അമിത വാത്സല്യം പാടില്ല, വാത്സല്യം വേണം, അതിനൊരു നിയന്ത്രണം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖത്തിന് ആ ദുഃഖം വരുമ്പോൾ നമുക്ക് തടയിടാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം.